നിവിൻ സിനിമയ്ക്ക് പി ആർ ഒന്നും ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടാ. നിവിൻ പടത്തിന് ഹോർഡിങ്സ് ഒന്നും അങ്ങനെ നമ്മുടെ റോട്ടിലും കാര്യങ്ങളൊന്നും വലിയ കൂട്ടിന് ഹോർഡിങ്സാ ഡിജിറ്റലിൽ ഇങ്ങനെ മറ്റേ ഇതുകളൊന്നും ഓൺലൈനിലൊന്നും വലിയ മാർക്കറ്റിംഗ് ഉണ്ടാവില്ല. പക്ഷെ പാട്ടം ഇറങ്ങി ഒരു നല്ല നിവിൻ പോളിയുടെ കുടുംബചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഫാമിലീസ് ഇടിച്ചു കയറും. ആണ് പി ആർ ഒരു മാർക്കറ്റിങ്ങും പി ആറൊന്നും ആവശ്യമില്ലാത്ത രണ്ട് നടന്മാരെ എനിക്ക് തോന്നിയിട്ടുള്ള നിവിൻ പോളിയും മോഹൻലാൽ. പറഞ്ഞു വരുന്നത് നിവിൻ പോളിയുടെ ബദലേഹം ഇറങ്ങാൻ പോകണം. പടത്തിനൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓണത്തിന് ഫാമിലീസ് 100% ഇടിച്ച് കയറും എന്നുള്ളൊരു സിനിമയാണ് ബദലേഹം. ലാലേട്ടൻ്റെ സിനിമ നമുക്ക് ഓണത്തിന് ഇല്ല. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ചില നടന്മാർക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ്. അവർ മാർക്കറ്റിംഗ് ചെയ്യാണ്ടും വാരിക്കോയി ഇൻ്റർവ്യൂ കൊടുക്കാണ്ടും അവരോടുള്ളൊരു ഇഷ്ടം ഓർഗാനിക്കായിട്ട് ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ആവുക. ആ നടനെ സ്വന്തം മകനെ പോലെ അനിയനെ പോലെ അയൽപ്പക്കത്തെ വീട്ടിലെ ചേട്ടനെ പോലെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റി ആ വ്യക്തിയുടെ പടം ഇറങ്ങുമ്പോൾ ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവും പേഴ്സണൽ ഇല്ലാണ്ടായി പോലും ചില ആളുകൾ അനിയുമ്പോൾ പറയുന്നത് കണ്ടോക്കണം എന്നുള്ളൊരു ഫീൽ മോഷൻ അതൊരു നടന് ജനഹൃദയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അങ്ങനെ കിട്ടിയുള്ളൊരു നടനാണ് നിവിൻ പോളി ഒരു വെൽ പ്ലാൻ ചെയ്ത് പി ആർ ചെയ്ത് കാരണം ഇതിൻ്റെയൊക്കെ ഹയർ ലെവലിലും വലിയൊരു ഫാൻ ബേസും ഇതൊക്കെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ പുള്ളി ഒന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൾ ചെയ്യുന്നില്ല. നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ നിവിൻ പോളിയുടെ ഇൻ്റർവ്യൂസ് കുറവാണ്, ഓൺലൈനിൽ ഫാൻസിൻ്റെ തള്ള് കുറവാണ്. ഓറലി പറഞ്ഞ് കുടുംബ പ്രേക്ഷകർ ഇടിച്ച് കയറി ഹൗസ്ഫുള്ളാവണതാണ് നിവിൻ പോളി സിനിമകളുടെ പ്രത്യേകത. 100% ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ പാടില്ല നിവിൻ പോളിക്ക് പ്രൊഡ്യൂസർമാരെ. കാരണം അവർക്ക് അറിയാം നിവിൻ പോളി ഒരു ഗ്യാരണ്ടി ഉള്ള നടനാണ്. ഒരു പടം നല്ലതാണെങ്കിൽ ജനങ്ങൾ ഇടിച്ച് കയറും.